നമസ്കാരം. ഭഗവാൻ ഒരിക്കലും ഒരു വ്യക്തിയെ കൈവിടുന്നതല്ല. അവരുടെ നെഞ്ചു നീറിയുള്ള പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയത്ത് അനുഗ്രഹങ്ങൾ അവരിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ നെഞ്ചു നീറിയുള്ള പ്രാർത്ഥനയുടെ ഫലത്താൽ കടന്നു വരാൻ പോകുന്നതും അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയാൻ പോകുന്നതുമായ ഭഗവാൻ ചൊരിയാൻ പോകുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ജീവിതത്തിൽ പോരാടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പോരാട്ടം ജീവിതത്തിൽ കാഴ്ചവയ്ക്കുന്നവരാണ് എന്ന് നിസ്സംശയം നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഒരു കാര്യവും തോറ്റു കൊടുക്കരുത്, അല്ലെങ്കിൽ തങ്ങളിലേക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി കൊണ്ടുവരണം. അതിനാൽ തോൽവി അത് ജീവിതത്തിൽ സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോകണം എന്ന് അതിയായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ കഷ്ടപ്പാടിന് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. പലതിനു വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. റിലേഷൻഷിപ്പ്, ജോബ്, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ പരിശ്രമങ്ങൾ അത് പാഴായി പോകില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കൃത്യമായ ഫലം ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നത് വാസ്തവമാണ്. ജീവിതത്തിൽ വെറുതെ തോറ്റുകൊടുക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് പരിശ്രമങ്ങൾ നടത്തിയാലും നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കാത്ത സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിനൊരു മാറ്റം വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ആ എഫേർട്ടിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ മൂല്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് പോലും ചിന്തിച്ചു പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ മറ്റൊരു ലക്ഷ്യത്തിനായി ഇറങ്ങേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവയ്ക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുക തന്നെ ചെയ്യും. ശക്തമായി തന്നെ മുന്നേറുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഫലം ലഭിക്കുകയും ചെയ്യാവുന്ന സാഹചര്യം, വിജയങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം. ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്ത നിങ്ങളെ തേടിയെത്താം. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ അനുഭവവേദ്യമാകും എന്ന കാര്യം ഓർക്കുക. ചില മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങൾ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിക്കുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ പല കാര്യങ്ങളിലും ശ്രദ്ധ നൽകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ചുറ്റുമുള്ളവരെക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഉള്ളത്. പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അവ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്.
പരീക്ഷകളിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. പലപ്പോഴും അതുമൂലം ചില അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ചിലവുകളാൽ വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പുതു ആരംഭം വന്നു ചേരുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരാണ് എന്ന് തോന്നുകയും പിന്നീട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പലപ്പോഴും പല അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ അർഹിക്കുന്നു എങ്കിൽ പോലും നിങ്ങളിലേക്ക് വന്നു ചേരാത്ത ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് കാണുന്നു. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നഷ്ടപ്പെടുമോ എന്ന ചിന്ത, ആകുലത നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. ബന്ധങ്ങളിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും വിട്ടുവീഴ്ചകൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയായി പരാമർശിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മാറിക്കൊടുക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് വരാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യുവാൻ സാധിക്കും. ഇനി അത്തരമൊരു പിണക്കം ആവശ്യമില്ല എന്നൊരു ചിന്ത പല കാര്യങ്ങളിലും ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പല വ്യക്തികളുടെയും മുഖം മൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ നിങ്ങൾക്കെതിരാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളിലും പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ കൃത്യമായി നൽകുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ മികവ് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആ ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. അത് പ്രകടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന കാര്യം ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്താണോ നിങ്ങൾക്ക് അനിവാര്യമായത് അത് നിങ്ങളിലേക്ക് കടന്നു വരാം. എന്നാൽ ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന വിഷമതകൾ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ചില ത്യാഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരാം. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സംസാരങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് വരാം. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്താതെ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന സമയത്തിലേക്ക് പ്രവേശിക്കും. മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ദേഷ്യം അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സമയം ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ആരെയും ചതിക്കാത്തവർ ആയിരുന്നാൽ പോലും സ്വയം തിരിച്ചടികൾ, ചതികൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ അത് ഘട്ടം ഘട്ടമായുള്ള ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് വിഷമതകൾ തരണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ആ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ സാധിക്കും. തൊഴിൽ നേട്ടങ്ങളും ധനപരമായ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. വിവാഹം പോലും അനുകൂലമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തിനകം തന്നെ പല അനുകൂല സാഹചര്യങ്ങളും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. അതിനാൽ ഈ സമയം അനുഭവിക്കുന്ന വിഷമതകൾ, പ്രയാസങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.